train has gone viral and sparked a big online debate. The woman was also talking loudly on her phone during the journey. ലണ്ടനിലെ ഒരു മെട്രോ ട്രെയിനിൽ ഒരു സ്ത്രീ ഇരുന്ന് ഫോൺ വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു വീഡിയോ ടിക്ടോക്കിൽ വൈറലായിരുന്നു. ഈ ഒരു വീഡിയോ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും ഇന്ത്യൻ ആളുകളുടെ ബിഹേവിയറിനെ കുറിച്ചും വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ചില പാസഞ്ചേഴ്സും ഓൺലൈൻ യൂസേഴ്സും അവരെ ക്രിറ്റിസൈസ് ചെയ്തു. മെട്രോ പോലുള്ള പബ്ലിക് പ്ലേസിൽ ഈ പ്രവൃത്തി അൺഹൈജീനിക് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇത്തരം ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് സാധാരണമായി ഒഴിവാക്കപ്പെടുന്നു. കൂടാതെ മറ്റു യാത്രക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിൽ ഉച്ചത്തിൽ ഫോൺ സംസാരിച്ചതിന് അവരെ പലരും വിമർശിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്രയ്ക്ക് ഹേറ്റ് ഉണ്ടാകുന്നത്? ഈ ഒരു വീഡിയോ കണ്ടു. ഇന്ത്യ സക്സ്, ഡോണ്ട് എവർ കം ഹിയർ. നിങ്ങൾക്ക് ഇതുപോലെ ഇന്ത്യയെ ഡേർട്ടി കൺട്രി എന്ന് വിളിക്കുന്ന വിദേശ യൂട്യൂബ് വീഡിയോകൾ കാണാൻ കഴിയും. എന്തിനേറെ ഫാമിലി ഗായ് പോലുള്ള അനിമേറ്റഡ് സീരീസിൽ പോലും നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡേർട്ടി കൺട്രി എന്ന രീതിയിലാണ്. ഈ ഒരു വിഷ്വൽ പോലും നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നതാണ്. ഇന്ത്യ ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ് എന്ന ടൈറ്റിൽ എഴുതി നമ്മൾ അഭിമാനം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നോക്കും. ഇതിന്റെ കമന്റ് സെക്ഷനിൽ ആളുകൾ ഇന്ത്യയെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് നോക്കും. ഈ കമന്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അഭിമാനമാണോ തോന്നുന്നത്? ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സ്ട്രീറ്റുകളും പൊതുസ്ഥലങ്ങളും. പാൻപരാഗും മറ്റും തുപ്പിയും വേസ്റ്റ് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞുമാണ്. ഇങ്ങനെയാണ് നമ്മുടെ നാടിനെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. And we have the Greek embassy over there. This should be a service lane, but you see it's full of trash and people are just dumping whatever they like to do. നമ്മൾ തന്നെയാണ് ഈ ചിത്രങ്ങൾ മാറ്റിയെടുക്കേണ്ടത്. ഈ കഴിഞ്ഞിടയ്ക്ക് റെയിൽവേ എംപ്ലോയി ട്രെയിനിൽ നിന്ന് ട്രാഷ് വലിച്ചെറിയുന്ന ഈ ഒരു വീഡിയോ വൈറലായിരുന്നു. ഈ വീഡിയോയിൽ ഒരു വ്യക്തി പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യരുത്, പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനൊരു ഡസ്റ്റ്ബിൻ വെച്ചിരിക്കുന്നത്? ഇതിന് മറുപടിയായി ചിരിച്ചുകൊണ്ട് അയാൾ പറയുന്നത്, എവിടെയാണ് ഞാൻ ഈ ചവർ എറിയേണ്ടത് എന്നാണ്. ഇതുപോലെയാണ് നമ്മളിൽ പലരും യാത്ര ചെയ്യുമ്പോൾ പെരുമാറുന്നത്. കയ്യിലുള്ള ബിസ്ക്കറ്റ് കവറോ മറ്റെന്തെങ്കിലും നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ വലിച്ചെറിയും. ആ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ്. ഇതുതന്നെ നമ്മൾ നമ്മളുടെ വീട്ടിൽ കാണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും നമ്മളുടെ വീട് കാണാൻ? ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ചുറ്റുപുറവും. നമ്മൾ കാണിക്കുന്ന ഇതുപോലുള്ള പ്രവൃത്തികളാണ് നമ്മളുടെ ചുറ്റും വൃത്തികേടായി വെക്കുന്നതും നമ്മുടെ കാനകൾ നിറയ്ക്കുന്നതും. കഴിഞ്ഞ കൊല്ലമാണ് ശുചീകരണ തൊഴിലാളിയായ ജോയ് എന്ന വ്യക്തി കാന വൃത്തിയാക്കാൻ ഇറങ്ങി അദ്ദേഹത്തിന്റെ ജീവൻ വെടിയേണ്ടി വന്നത്. 46 മണിക്കൂറോളം തെരഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം കണ്ടുകിട്ടിയത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരം മാലിന്യങ്ങൾക്കിടയിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. However, the rescue could not make any headway for 2 days due to the huge pile of garbage that had accumulated in the tunnel. നമ്മൾ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടും. എന്നാൽ നമ്മളിൽ എത്ര പേർ സ്മാർട്ട് സിറ്റിസണായി മാറിയിട്ടുണ്ട്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമ്മൾ ടാക്സ് വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. എന്നാൽ ടാക്സ് അടയ്ക്കുന്ന നമ്മൾ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ കൃത്യമായി ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്, അതോ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഇത് കാണുമ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കാം, ഇതങ്ങ് നോർത്തിലല്ലേ, ഇതിന് ഇവിടെ എന്താ പ്രസക്തി എന്ന്. ശരിയാണ്, നമ്മൾ നോർത്തിലുള്ള ആളുകളെക്കാട്ടിലും ബെറ്റർ ആണ്. നമുക്ക് 100% ലിറ്ററസി ഉണ്ട്. എന്നാൽ അതിനനുസരിച്ചിട്ട് വിവരം എത്ര പേർക്കുണ്ട്? ൽ കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് ഓടി തുടങ്ങിയ അന്ന് ഷൊർണൂർ ജംഗ്ഷനിൽ വെച്ച് പ്രബുദ്ധർ എന്ന് പറയുന്ന മലയാളികൾ അവരുടെ എംപിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്ദേ ഭാരതിന് ചുറ്റുമുട്ടിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഇതേ വന്ദേ ഭാരതിന് നേരെ കുറച്ചു പേർ കല്ലെറിഞ്ഞ് അതിന്റെ ചില്ലുകൾ തകർത്തു. ഇത് മാത്രമല്ല, പാർട്ടി സമ്മേളനത്തിന്റെ പേരിൽ ആഘോഷങ്ങളുടെയും ഘോഷയാത്രകളുടെയും പ്രതിഷേധങ്ങളുടെയും പേരിൽ നിരന്തരം ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയാണ്. അതിന് ഉത്തമമായ ഒരു എക്സാമ്പിളാണ് വഞ്ചിയൂർ റോഡ് അടച്ചിട്ട് സ്റ്റേജ് കെട്ടി നടന്ന സമ്മേളനം. കേരള ഹൈക്കോടതി വാമൊഴിയായി അഭിപ്രായപ്പെട്ടു, പ്രതിഷേധിക്കുന്നതിന്റെ അവകാശം ജനങ്ങൾക്ക് ഉണ്ടായിരിക്കാമെങ്കിലും അതിന്റെ പേരിൽ പൊതു റോഡുകളും കാൽനട വഴികളും തടയാനാകില്ല. ന്യായമായി പ്രതിഷേധിക്കേണ്ടത് എല്ലാ പൗരന്മാർക്കും ഉള്ള അവകാശമാണെങ്കിലും അതിലൂടെ പൊതുസ്ഥലങ്ങൾ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. നമ്മുടെ നാട്ടിൽ കോമൺ സെൻസിനെക്കാട്ടിലും കോമ്പറ്റീഷനാണ് കൂടുതൽ. ഈ കോമ്പറ്റീഷൻ നമുക്ക് റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ കയറാൻ നിൽക്കുന്ന ആളുകളിൽ കാണാം. റോഡിൽ ട്രാഫിക് ഉണ്ടെങ്കിലും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ കുത്തിക്കയറി പോകുന്ന ബസ്സുകളും ആളുകൾ നടക്കേണ്ട സ്ഥലത്തു കൂടി ബൈക്ക് ഓടിച്ചു പോകുന്ന ആളുകളിലും കാണാം. ഇത് കാണുന്ന മറ്റാളുകളും അയാൾക്ക് റൂൾ ബാധകമല്ലെങ്കിൽ ഞങ്ങൾക്കും ബാധകമല്ല എന്ന രീതിയിൽ ചിന്തിക്കുകയും അവരും റൂൾ തെറ്റുകയും ചെയ്തു. സ്മൂത്തായി പോകേണ്ട കാര്യങ്ങൾ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് മാറുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ്. പക്ഷെ എല്ലാവരിലും പൊതുവായി കാണുന്ന ഒരു കാര്യമുണ്ട്, അതാണ് നമ്മുടെ സിവിക് സെൻസ്. എന്തുകൊണ്ടാണ് സിവിക് സെൻസ് ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട ബേസിക് മര്യാദകൾ, നമ്മൾ ഷെയർ ചെയ്യുന്ന സ്പേസ് വൃത്തിയായി സൂക്ഷിക്കുന്നത്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നത്, ഇതിനെയാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്.
ഇതിൽ റെസ്പോൺസിബിളായി വണ്ടി ഓടിക്കുന്നത്, പബ്ലിക് ടോയ്ലറ്റ് വൃത്തിയായി സൂക്ഷിക്കുന്നത്, പബ്ലിക് സ്പേസിൽ മറ്റുള്ളവരോട് ശബ്ദം കുറച്ച് സംസാരിക്കുന്നത്, ചുറ്റും വൃത്തികേടാകാതെ സൂക്ഷിക്കുന്നത്, ഇതെല്ലാം സിവിക് സെൻസിന്റെ ഒരു ഭാഗമാണ്. സിവിക് സെൻസ് ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം അത് ഉത്തരവാദിത്തമുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനമാകുന്നു. കൂടാതെ സൊസൈറ്റിയുടെ ട്രസ്റ്റും യൂണിറ്റിയും നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. സിവിക് സെൻസ് ഇല്ലെങ്കിൽ ഒരു സൊസൈറ്റി വിഭജിക്കപ്പെടുകയും ശരിയായ ഫംഗ്ഷൻ ചെയ്യാത്തതുമായി മാറുകയും ചെയ്യും. ഇതിന് പറ്റിയ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ കാലത്ത് എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് ഫേമസ് ആവാനും തങ്ങൾ കൂൾ ആണെന്ന് കാണിക്കാൻ പബ്ലിക് സ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പല പരിപാടികളും കാണിക്കാറുണ്ട്. അങ്ങനെ ഒന്നാണ് ഡൽഹി ബേസ്ഡ് ഇൻഫ്ലുവൻസേഴ്സ് ആയ വരുൺ യാദവും ആരുഷ് ബോധയും കാണിച്ചത്. സ്പൈസ് ജെറ്റ് ഫ്ലൈറ്റിൽ ഉച്ചത്തിൽ പാട്ട് വെച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുകയായിരുന്നു ഇരുവരും ചെയ്തിരുന്നത്. ഇതുപോലെ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ ഫോണിൽ റീൽസ് കാണുന്നത്, റീൽസ് എടുക്കുന്നത്, സ്പീക്കറിൽ പാട്ട് വെക്കുന്നത്, എന്തിനേറെ ഒരു സിനിമ കാണാൻ പോകുന്ന തിയേറ്ററിൽ വരെ ഇതുപോലെ മറ്റുള്ളവർക്ക് ശല്യമാവുന്ന ആളുകളെ നമുക്ക് കാണാം. Civic sense or public sense where we will speak on our phones on loudspeaker, we will watch content on WhatsApp or YouTube on speaker with zero bearing that there are people around us, that we need to disturb them, that they may have their own moment of peace or silence. ചെറുതായി തോന്നുന്ന ഈ ഒരു ആക്ഷൻ പോലും സൊസൈറ്റിയിലെ ഐക്യതയും വിശ്വാസത്തെയും ഷേപ്പ് ചെയ്യുന്നു. ഒരാൾ സൊസൈറ്റിയിൽ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ മറ്റാളുകൾക്കും അതുപോലെ ചെയ്യാൻ തോന്നും. ഇത് സമൂഹത്തിലെ ക്രമക്കേടിനും ആളുകളുടെ സ്വാർത്ഥ പെരുമാറ്റത്തിനും വഴിവെക്കുന്നു. ഇതിന് പ്രധാന ഉദാഹരണമാണ് നമ്മളുടെ ടൂറിസ്റ്റ് പ്ലേസും. മിക്കവാറുമുള്ള നമ്മുടെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോയാൽ ഇതുപോലെ വേസ്റ്ററിനും തുപ്പിയും കാണാം. താഴ്വാരങ്ങൾ, നദികൾ, വനങ്ങൾ എന്നിവിടങ്ങളിൽ എറിയുന്ന മാലിന്യങ്ങൾ പ്രകൃതി സൗന്ദര്യം നശിപ്പിക്കുകയും വന്യജീവികൾക്കും പരിസ്ഥിതിക്കും ഭീഷണിയാവുകയും ചെയ്യുന്നു. You mind it, this is your business. You are supposed to keep this place clean. Yeah, but you didn't. You threw it outside on purpose. ഇതുപോലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ മറ്റുള്ളവരും ഇതുതന്നെ ചെയ്യുന്നു. എന്നാൽ ഇതേ ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയാൽ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുകയും കൃത്യമായി വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവിടുകയും ചുറ്റും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യും. എന്നാൽ തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ പഴയ പ്രവൃത്തി തുടരുകയും ചെയ്യും. ഇങ്ങനെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയാൽ നമ്മെ പല രോഗങ്ങളും തേടിയെത്തും. ഉദാഹരണത്തിന് 1994 മാലിന്യങ്ങളും തുറന്ന മലിനജലവും അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് സൂറത്തിൽ പ്ലാഗ് പൊട്ടിപ്പുറപ്പെട്ടു. വീട് തോറുമുള്ള മാലിന്യ ശേഖരണവും മാലിന്യ സംസ്കരണ സൗകര്യങ്ങളുടെ നിർമ്മാണവും ഉൾപ്പെടെ സമഗ്രമായ മാലിന്യ സംസ്കരണ സംവിധാനം നടപ്പാക്കാൻ ഈ രോഗവ്യാപനം മുനിസിപ്പൽ കോർപ്പറേഷനെ പ്രേരിപ്പിച്ചു. ഈ അടിസ്ഥാന സൗകര്യം പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ശുചിത്വത്തോടുള്ള നഗരവാസികളുടെ മനോഭാവത്തെ മാറ്റുകയും ചെയ്തു. ഒരു സ്ട്രോങ് സിവിക് സെൻസ് ഉള്ള സമൂഹം സ്വാഭാവികമായും എല്ലാവരെയും ഉൾപ്പെടുത്തുകയും കളക്റ്റീവായി പ്രശ്നപരിഹാരം സാധ്യമാക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് ആഫ്രിക്കയിലെ റുവാണ്ട ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 101ാമതായി മാർക്ക് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്. ഇന്ത്യയെക്കാട്ടിലും GDP കുറഞ്ഞ ഒരു സ്ഥലമാണ്. എന്നാൽ ഈ സ്ഥലം ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് ആണ്. എന്നാൽ എങ്ങനെയാണ് ഇവർ ഈ അച്ചീവ്മെന്റ് നേടിയത്? റുവാണ്ടൻ ഗവൺമെന്റ് ഉങ്കണ്ട എന്ന ഒരു പദ്ധതി കൊണ്ടുവരികയും അത് കർശനമാക്കുകയും ചെയ്തു. അതായത് ഒരു മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച റുവാണ്ടയിലുള്ള എല്ലാ ആളുകളും രാവിലെ ഒത്തുചേർന്ന് അവരുടെ സ്ട്രീറ്റുകളും പബ്ലിക് പ്ലേസുകളും വൃത്തിയാക്കും. ഈ സമയത്ത് രാവിലെ 3 മണിക്കൂർ മുഴുവൻ ട്രാഫിക്കും നിർത്തിവെക്കുന്ന രീതിയിലാണ് ഇത് നടത്തപ്പെടുന്നത്. റുവാണ്ട നമുക്കൊരു നല്ല മാതൃകയാണ്. നമ്മുടെ നാട്ടിലെ ഈ പ്രശ്നത്തിന് പരിഹാരം പുതിയ തലമുറയെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പഴയ തലമുറയെ റീ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതാണ്. ജപ്പാനിലെ സ്കൂളുകളിൽ ഓസോജി എന്ന ഒരു വൃത്തിയാക്കൽ പതിവുണ്ട്. ഓസോജി എന്നാൽ വലിയ ശുചീകരണം എന്നാണ്. ജാപ്പനീസ് വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും സ്വന്തം ക്ലാസ് മുറികൾ, കോറിഡോറുകൾ, ടോയ്ലറ്റുകൾ എന്നിവ സ്വയം വൃത്തിയാക്കുന്നു. ഇതവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എലിമെന്ററി സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെ 12 വർഷത്തെ സ്കൂൾ ജീവിതത്തിൽ ക്ലീനിങ് ടൈം വിദ്യാർത്ഥികളുടെ ദൈനംദിന ഷെഡ്യൂളിന്റെ ഭാഗമാണ്. ഇത് സ്കൂളുകൾ വിദ്യാർത്ഥികളിൽ സിവിക് സെൻസിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നത് നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ശുചിത്വവും ചിട്ടയും നിറഞ്ഞ ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്നു. ഈ ശീലങ്ങൾ കുട്ടിക്കാലത്ത് തുടങ്ങി മുതിർന്നവരായ ശേഷവും തുടരുകയും ചെയ്യുന്നു. 2014 ബ്രസീലിലും 2018 റഷ്യയിലും നടന്ന ഫുട്ബോൾ വേൾഡ് കപ്പിൽ ജപ്പാൻ ടീമിന്റെ ഫാൻസ് കളി കഴിഞ്ഞതിനു ശേഷവും സ്റ്റേഡിയം വിട്ടുപോയില്ല. കാരണം അവർ കളി കാണുക മാത്രമല്ല ചെയ്തത്, കളി കഴിഞ്ഞ ശേഷവും അവർ ഇന്ന സ്റ്റേഡിയം വൃത്തിയാക്കാൻ തുടങ്ങി. അവരുടെ മാലിന്യങ്ങൾ അവർ തന്നെ കളക്ട് ചെയ്യുന്ന വീഡിയോ വൈറലായിരുന്നു. കൂടാതെ പ്ലെയേഴ്സും ഡ്രസ്സിംഗ് റൂമിൽ അതിമനോഹരമായി വൃത്തിയായി സൂക്ഷിച്ചിരുന്നു. ഇത് കണ്ട ഫിഫയുടെ ജനറൽ കോർഡിനേറ്റർ പ്രസീല ജാൻസൺസ് ട്വീറ്റ് ചെയ്തു, ഇത് എല്ലാ ടീമുകൾക്കും മാതൃകയാണെന്ന്. മറ്റുള്ളവരുടെ കണ്ണിൽ അവരുടെ റെപ്യൂട്ടേഷനെ കുറിച്ച് ജാപ്പനീസ് ആളുകൾ വളരെ സെൻസിറ്റീവാണ്. വൃത്തിയാക്കാൻ പോലും മര്യാദയില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത മോശം ആളുകൾ എന്ന് മറ്റുള്ളവർ കരുതരുതെന്നാണ് അവരുടെ ആഗ്രഹം. ഇതാണ് റിയൽ സിവിക് സെൻസ്. ജപ്പാൻ ചെയ്ത പോലെ സമാനമായ സമീപനം ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിയും. നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെയും മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടതിന്റെയും പൊതുസ്വത്ത് പരിപാലിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സ്കൂളുകളിൽ പൗരബോധത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ
ഉൾപ്പെടുത്തണം. കുട്ടികളിൽ ഈ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ പൗരന്മാർ എന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധമുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. മുതിർന്നവർക്ക് പുനർവിദ്യാഭ്യാസം ആവശ്യമാണ്. സർക്കാർ സ്ഥാപനങ്ങൾ, NGO, കമ്മ്യൂണിറ്റി നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പബ്ലിക് അവയർനെസ് ക്യാമ്പയിനിലൂടെ സിവിക് സെൻസ് എത്രമാത്രം അത്യാവശ്യമാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇത്തരത്തിൽ മാറ്റം കൊണ്ടുവന്നത് ഇന്ത്യയിലെ ഇൻഡോർ എന്ന നഗരത്തിൽ നാം നേരിൽ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന നിലയിൽ തുടർച്ചയായി ഇടം പിടിച്ച ഈ നഗരത്തിന്റെ മാറ്റത്തിന് പിന്നിൽ പൊതുവിദ്യാഭ്യാസം, മാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമാക്കി നടപ്പാക്കൽ, ജനങ്ങളുടെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് ഇൻഡോറിനെ ക്ലീനസ്റ്റ് സിറ്റി ആക്കി മാറ്റിയത്. ഇൻഡോറിന്റെ ഉദാഹരണം ഇവിടെ മികച്ച ഒരു മാതൃകയായി നമുക്ക് കണക്കാക്കാം. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കാൻ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശനമായ പിഴകൾ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ മാലിന്യ ശേഖരണ വാനുകൾ ഉത്തരവാദിത്തത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായി അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ സമീപനം ജനങ്ങളിൽ ശ്രദ്ധയും ഉത്തരവാദിത്തബോധവും മാത്രമല്ല, അഭിമാനവും പങ്കാളിത്തവും ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചു. വിദ്യാഭ്യാസം നിർണായകമാണെങ്കിലും ഫലപ്രദമായ നിയമപരിപാലനം ഇതിനൊപ്പം ആവശ്യമാണ്. പബ്ലിക് ബിഹേവിയറിനെ കുറിച്ച് ഇന്ത്യക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഈ നിയമങ്ങൾ പലപ്പോഴും മോശമായി നടപ്പാക്കപ്പെടും. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് നിയമങ്ങൾ പല പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ കർശനമാണ്. എന്നാൽ ട്രാഫിക് പോലീസ്, സർവൈലൻസ് സംവിധാനങ്ങൾ പോരാത്തതിനാൽ ലംഘനങ്ങൾ സാധാരണമാണ്. പൊതുസ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. പൊതുയിടങ്ങൾ നന്നായി പരിപാലിക്കുകയും ആവശ്യമായ സൗകര്യങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ അവിടെ ബഹുമാനത്തോടെ പെരുമാറാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഇന്ത്യയിലെ പൗരബോധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർണായക നടപടിയാണ്. ഇപ്പോൾ നമുക്കുള്ള ഹരിതകർമ്മസേന, സ്വച്ഛ് ഭാരത് പോലുള്ള പദ്ധതികൾ നല്ലതാണ്. ഇതുപോലുള്ള പദ്ധതികളിലൂടെയും പുതിയ തലമുറയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെയും പഴയ തലമുറയെ റീ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെയും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിലൂടെയും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ നിങ്ങളും വ്യത്യസ്തരല്ല. നമ്മൾ വളർന്നു വന്ന രീതിയിൽ മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ തന്നെ ആദ്യം മാറും.